വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കോവലിൻ്റെ ഇല തോരൻ വെച്ചതാണേ, ഐവി ഗാർഡ് ലീവ്സ്. അപ്പോൾ കോവയ്ക്ക നമ്മൾ എല്ലാവരും തന്നെ കോവയ്ക്ക തോരൻ വെച്ച് കൂട്ടാറുണ്ട്. അതുപോലെ കോവലിൻ്റെ ഇലയും അതിൻ്റെ ഇളം തണ്ട് ഇലയും തണ്ടും കറി വെച്ച് കൂട്ടാൻ നല്ലതാണ്. അതുപോലെ ഒത്തിരി നല്ല ഗുണങ്ങളുള്ള ഒരു ലീഫാണിത്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഷുഗർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ആവാനും ബാലൻസ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ഒത്തിരി നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ വൂണ്ട് ഹീലിംഗ്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടിയുണ്ട് ഇതിന്. അപ്പോൾ ആരും കളയണ്ട, കോവലിൻ്റെ ഇലയും കോവയ്ക്കൊക്കെ ധാരാളം കഴിച്ചോളൂ, നല്ലതാണ്. അപ്പം ഞാൻ ഇന്നിവിടെ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഈ തണ്ട് വീഡിയോ കാണുന്നത് പോലെയുള്ള ഒരുപാട് മൂത്തതായിട്ടുള്ള ഇല എടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ ഒരു കയ്പുരുചി വരുമായിരിക്കും. ഇത് കറി വെച്ച് കൂട്ടാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇലത്തോരൻ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള, പച്ചമുളക് ഒരെണ്ണം, കറി ലീവ്സ് കറിവേപ്പില 2-3 ഇതൾ, ചെറിയ ജീരകം, ക്യുമിൻ സീഡ് കുറച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഷാലറ്റ്, ചെറിയ ഉള്ളി ഒരെണ്ണം, ചിരകിയ തേങ്ങ, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിവിടെ ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് ലീവ്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സവാള ഒരെണ്ണം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അപ്പോൾ തോരൻ കറിക്കുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ തേങ്ങ, ഒരു പച്ചമുളക്, 2-3 ഇതൾ കറിവേപ്പില, ചെറിയ ഉള്ളി, ജീരകം, ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും സവാള അരിഞ്ഞതും അതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഉപ്പ് ഓൾറെഡി തേങ്ങ അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കൂടുതലായിട്ട് വേറെ കടുക് വറുത്ത എണ്ണ ഒഴിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു തേങ്ങയിൽ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം എണ്ണ ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പം ഇത് മാത്രം മതി. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് നല്ല കോവൽ ഇലത്തോരൻ കറി വെച്ച് കൂട്ടാം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി, നല്ല ടേസ്റ്റുമാണ്. ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും ആവില്ല. അപ്പോൾ വേഗം തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. അപ്പം നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പം ഇലത്തോരനൊക്കെ നല്ല ആയിട്ടുണ്ട്. നോക്കി, വെള്ളമൊന്നും ഒട്ടുമില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പം കോവലിൻ്റെ കോവലുണ്ടെങ്കിൽ ആരും കോവയ്ക്കാൻ മാത്രം കറി വയ്ക്കാതെ ഇലയും കൂടി ഒന്ന് കറി വെച്ച് തോരനാക്കി കഴിച്ചു നോക്കും, നല്ലതാട്ടോ. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക്സ് എവരിവൺ.